ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ എനർജി, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. ഓക്കെ, നോക്കാം എന്താണ് ഇന്നത്തെ എനർജി, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. ഫസ്റ്റ് കാർഡ് മൂണാണേ. മൂണ് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂൺ എനർജി ഈ അടുത്ത 1-2 ദിവസങ്ങളിൽ വളരെ പ്രിവലൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് നമുക്കൊരു ഭയങ്കര മൂഡ് സ്വിങ്സ് ഫീൽ ചെയ്യുന്ന എനർജിയാണ്. ഭയങ്കര ഡിപ്രസീവ് ആയിരിക്കും. അതുപോലെ വല്ലാത്ത ഭയം, അകാരണമായ ഭയം മനസ്സിലിങ്ങനെ നിൽക്കും. ഒരു വല്ലാത്ത ടെൻഷൻ ഫീലിംഗ് ആയിരിക്കും, ഹെവിനെസ് ഫീലിംഗ് ആയിരിക്കും. മോസ്റ്റ്ലി പേടിയും അതുപോലെ തന്നെ അകാരണമായ ഒരു ഹെവിനെസ്സും മൂഡ് സ്വിങ്സും പ്രിവലൻ്റ് ആയിരിക്കും. കാരണം ഇപ്പോൾ ഈ കറുത്ത വാവ് കഴിഞ്ഞ് പോകുന്നൊരു സമയം ആയതുകൊണ്ടാണ് മോസ്റ്റ്ലി കേട്ടോ. ഓക്കെ, ഇതിലേ കുറച്ച് ഫിനാൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ആളുകളെ കാണുന്നുണ്ട്. അതായത് കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മൾ ക്ലാരിറ്റി നോക്കുമ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അതായത് പൈസ ഉടനെ കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഉടനെ ആരെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളായിരിക്കും. അവരത് തരുമോ എന്ന പേടി, അല്ലെങ്കിൽ അവർ പറ്റിക്കുമോ ചതിക്കുമോ എന്നുള്ളൊരു പേടി നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി ഉണ്ട്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് പൈസ ആവശ്യം ഉണ്ടായിരിക്കും, പക്ഷേ ആ പൈസ നിങ്ങൾക്ക് ആരെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് തരുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം, അല്ലെങ്കിൽ അവർ പറ്റിക്കുമോ, അല്ലെങ്കിൽ അവർ നമ്മളെ സമയോചിതമായിട്ട് ഹെൽപ്പ് ചെയ്യാതെ അവർ മാറി നിൽക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അല്ലെങ്കിൽ മോസ്റ്റ്ലി ഒരു പേടി, അതുപോലെ തന്നെ ഹെവിനെസ്, അതുപോലെ ഇമോഷണൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ദിവസം എന്നാണ് മൂൺ എനർജി പറയുന്നത് കേട്ടോ. അപ്പോൾ പേടിക്കണ്ട, ഇത് പെർസിസ്റ്റ് ചെയ്യുന്ന ഒരു എനർജി അല്ല. 1-2 ദിവസം കൊണ്ടത് മാറിപ്പോക്കോളും. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കറുത്ത വാവൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചില ആളുകൾ ഭയങ്കരമായിട്ട് സെക്ലൂഡഡ് ആയി പോകും, ആരോടും മിണ്ടത്തില്ല, ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടം, വല്ലാത്തൊരു ഏകാന്തത, അങ്ങനത്തെ ഒരു എനർജിയിലായിരിക്കും കുറച്ച് പേര്. ഭയങ്കര ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു എനർജിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു എനർജിയാണ് ഈ പറഞ്ഞ മൂൺ എനർജി പറയുന്നത് കേട്ടോ. സെക്കൻഡ് കാർഡ് 9 ഓഫ് കപ്സ് ആണ്. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ഇന്നൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത എനർജി ആയിരിക്കും, അല്ലെങ്കിൽ ഒത്തിരി ചെയ്യാനുണ്ട് മടിയായിട്ടുള്ള എനർജി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പോയിട്ട് വളരെ ലേസി ആയിട്ട് ചുമ്മാ ഇരുന്ന് മൊബൈലിലൊക്കെ തോണ്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന എനർജി ആയിരിക്കാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷേ നിങ്ങൾ മടി പിടിച്ചിരിക്കുന്ന എനർജിയാണ് ഈ 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇത് 2 ഭാഗം കേട്ടോ. അതുപോലെ ഇത് ഒരുപാട് എഫേർട്ട് എടുത്തൊരു കാര്യം അത് സക്സസ്ഫുൾ ആകാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസവും അമിത ആത്മവിശ്വാസം ഉണ്ടല്ലോ. എവറിത്തിങ് ഈസ് ഫൈൻ, അതെല്ലാം ഓക്കെയാണ്, ഞാൻ ചെയ്യാനുള്ളതെല്ലാം മാക്സിമം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി ഇല്ലേ, ആ ഒരു എനർജിയാണ് 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാതെ അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് മിനിറ്റിലുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. മൊത്തത്തിലൊരു മടി എനർജിയാണ് കേട്ടോ. മടിയായിരിക്കാനാണ് സാധ്യത. ദെൻ 6 ഓഫ് കപ്സ്. ഇത് നിങ്ങൾക്ക് മുൻപ് അറിയാവുന്ന ആളുകളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം, മുൻപ് കൂടെ ജോലി ചെയ്ത ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സ് ആയിരിക്കാം. അവരുമായിട്ടൊരു കോൺവെർസേഷൻ ഉണ്ടാവുന്നതോ, അല്ലെങ്കിൽ ആ ആളുകളുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയാവാം, അല്ലെങ്കിൽ അവരെ കാണാൻ ഒരിടത്ത് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മുൻപ് ജനിച്ച് വളർന്ന നാട്ടിലോ, നിങ്ങൾ പഠിച്ച സ്കൂളിലോ, അല്ലെങ്കിൽ നിങ്ങൾ മുൻപ് ജോലി ചെയ്തിരുന്ന ഇടങ്ങളിലൊക്കെ പോകുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് നിങ്ങളെ മീറ്റ് ചെയ്യുന്നതോ നിങ്ങളിലോട്ടൊരു കമ്മ്യൂണിക്കേഷനായിട്ട് വരുന്നതോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇനി അതും അല്ലെങ്കിൽ പാസ്റ്റിൽ, അതായത് ഈ ജന്മം മുൻപ്, അതായത് കുറേ നാൾ മുൻപ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരാൾ, അവർ മേ ബി നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു സെപ്പറേഷൻ ഫേസ് ആയിരിക്കാം, അത്തരത്തിലുള്ള ഒരാളുമായിട്ടുള്ളൊരു റീയൂണിയനാണ് ഈ പറഞ്ഞ 6 ഓഫ് കപ്പ് എന്ന് പറയുന്നത്. ഇത് ഈ ജന്മത്തിലെ മുൻപറിയുന്ന ആളുകളുമായിട്ടുള്ള റീയൂണിയനും ആകാം, അതല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ആളെ നിങ്ങളിന്ന് മീറ്റ് ചെയ്യുന്നതാവാനും സാധ്യതയുണ്ട്.
ഇത് നൊസ്റ്റാൾജിയുടെയും അതുപോലെ പാസ്റ്റ് ലൈഫിൻ്റെയും കാർഡാണ്. അപ്പോൾ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫീലിങ്സ് ഓൾറെഡി പറഞ്ഞു, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സോ മുമ്പ് അറിയാവുന്ന ആളുകളെ കാണുന്നതെന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഇല്ലാത്ത ആളുകൾ ആയിട്ടുള്ള റീയൂണിയൻ ആയിരിക്കും. ഇത് റീയൂണിയൻ്റെ കാർഡാണ്. അതും അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ഒരാൾ നിങ്ങളിലേക്ക് ഇന്ന് വന്ന് നിങ്ങളായിട്ട് മീറ്റ് ചെയ്യുന്നതോ നിങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അയ്യോ ഇവരെ എനിക്ക് മുമ്പ് അറിയാമല്ലോ, അല്ലെങ്കിൽ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു ഫീലിംഗ് കിട്ടുന്ന ഒരാളെ ചിലപ്പോൾ നിങ്ങളിന്ന് കാണാൻ സാധ്യതയുണ്ടെന്നാണ് 6 ഓഫ് കപ്പ് പറയുന്നത്. പിന്നെ ഇത് വീടുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാവും. ഇത് ഹോം എന്നൊരു കോൺസെപ്റ്റും കൂടിയാണ്. അപ്പം വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഓഫർ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വീട് വാങ്ങിക്കുക, വിൽക്കുക, അല്ലെങ്കിൽ വീട് വെക്കാനായിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, ലോണ് പാസ്സാവുക, അത്തരത്തിലുള്ള ഒരു എനർജിയും കൂടെ ചിലപ്പോൾ ഇന്ന് വീടുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ഓഫർ നമ്മളിലേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട് ഇവിടെ. ഓക്കെ, അതാണ് 6 ഓഫ് കപ്പ് എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ്ലി ഒരു റീയൂണിയൻ്റെ കാർഡ് തന്നെയാണ് കേട്ടോ. ദെൻ ഡബിൾ കാർഡാണ്. ഡബിൾ എന്ന് പറയുന്നത് നമുക്കറിയാം എപ്പോഴും റിലേഷൻഷിപ്പുകളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ റിലേഷൻഷിപ്പിനെ നിയന്ത്രിക്കുന്ന മൂന്നാമതൊരാൾ, റിലേഷൻഷിപ്പിലേക്ക് മൂന്നാമതുള്ള ആളുകളുടെ ഒരു എനർജി വരുമ്പോഴാണ് ഈ ഡബിൾ എന്ന് പറഞ്ഞ എനർജി വരുന്നത്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഡബിൾ. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തേക്ക് ഇത് ശരിക്കും ഒരു ബ്ലാക്ക് എനർജി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് ഏറ്റിട്ടുള്ളതുപോലെ കാണുന്നുണ്ട്. അതിന്ന് വിസിബിൾ ആവുകയും ചെയ്യും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലൊരു ഊഷ്മളത കാണത്തില്ല, ഫിനാൻഷ്യൽ ഒരു സ്മൂത്ത്നെസ് കാണത്തില്ല, കരിയറിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കത്തില്ല. അത്തരത്തിൽ നിങ്ങൾ മൊത്തത്തിലൊരു ഒരു ഫ്രസ്ട്രേഷൻ തോന്നുന്ന ഒരു എനർജിയാണ് ഈ ഡെവിൾ എന്ന് പറയുന്നത്. ഒന്നുകിൽ ഇത് നമുക്ക് ഏറ്റിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും, നമുക്ക് ഏറ്റിട്ടുള്ള ഒരു ബ്ലാക്ക് എനർജി ആരെങ്കിലും ചെയ്തിട്ടുള്ളതോ ആരുടെയും കണ്ണ് പറ്റിയതോ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇന്ന് വന്നു ചേരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് മൂന്നാമതൊരാളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു മൂന്നാമതൊരാളുടെ എൻട്രി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതും അല്ലെങ്കിൽ കടുത്ത ഒബ്സഷനാണ്. അത് എന്തിനോടും ആകാം, വല്ലാത്ത അഡിക്ഷൻ, ഒബ്സഷൻ തോന്നുക. ഇപ്പോൾ ഇത് മൊബൈലിനോടാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് മൊബൈൽ യൂസ് ചെയ്തിട്ട് മൊബൈൽ താഴെ പോലും വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മൊബൈലിനോട് അഡിക്ഷൻ ഉണ്ടാവത്തില്ല. അത്തരത്തിലുള്ള അഡിക്ഷൻ ആൻഡ് ഒബ്സഷനാണ് ഈ ഡബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിപ്പോൾ എന്തിനോടും ആകാം, ഡ്രഗ്സ് ആകാം, ആൽക്കഹോളിസം ആകാം, ചില മനുഷ്യരോടുള്ള കടുത്ത അഡിക്ഷൻ ആയിരിക്കാം, സെക്ഷുവാലിറ്റിയോടുള്ള അഡിക്ഷൻ ആയിരിക്കാം, ഫുഡിനുള്ള അഡിക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു നെഗറ്റിവിറ്റി കാരണം നമ്മൾക്ക് വല്ലാതെ ഒറ്റപ്പെട്ട ഒരു ഫീൽ ഉണ്ടാകുന്നതുമാകാം. ആ ഒരു നെഗറ്റീവ് എനർജി കാരണം നമ്മൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നൊരു എനർജി കൂടി ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് മേ ബി നിങ്ങൾക്കൊരു പുതിയ ഓഫർ വന്നിട്ടുണ്ട് എങ്കിൽ ആ ആളുടെ ഭാഗത്തുനിന്നൊരു റെസ്പോൺസും ഇല്ലാതെയൊക്കെ വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വല്ലാത്തൊരു ഡിപ്രഷൻ ഫേസിലേക്ക് പോകത്തില്ലേ, ആ ഒരു എനർജി ആയിരിക്കും. അതായത് ഒരു ആശ തന്നിട്ട് പിൻവാങ്ങി പോകുന്നൊരു എനർജി ഉണ്ടല്ലോ. അതായത് പേജ് ഓഫ് കപ്സും 10 ഓഫ് സോഡാണ്. പേജ് ഓഫ് കപ്സ് പറഞ്ഞാൽ ഒരു ഓഫറുമായിട്ട് മുന്നോട്ട് വരികയെന്നും 10 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ വിശ്വാസവഞ്ചന അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുന്നൊരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫർ കിട്ടിയിട്ട് നിങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ അതില്ല. ചിലപ്പോൾ ഒരു ജോലി ഓഫർ കിട്ടിയിട്ട് അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും. ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി വന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും. റിലേഷൻഷിപ്പിലേക്ക് ആരെങ്കിലും വന്നിട്ട് അവർ ഒരു റെസ്പോൺസും ഇല്ലാതെ മാറിപ്പോകുന്നതായിരിക്കും. അപ്പം നമുക്ക് അവിടെ ഒരു വല്ലാത്തൊരു ഹെസിറ്റേഷൻ, അവിടെ ഒരു വല്ലാത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തോന്നത്തില്ലേ, ആ എനർജി ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഈ പറഞ്ഞ ഡബിൾ എനർജി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക, പണം നമ്മളിലേക്ക് വന്ന് ചേരും എന്ന എനർജിയാണ്. നമ്മൾ എത്രത്തോളം മൂല്യം പണത്തിന് കൊടുക്കുന്നോ അത്രത്തോളം പണം നമ്മളിലേക്ക് വന്ന് ചേരും എന്നുള്ളതാണ്. ഈ പണം നമ്മൾ യൂസ് ചെയ്യുന്ന രീതിക്കനുസരിച്ചിരിക്കും പണത്തിൻ്റെ നമ്മളിലുള്ളൊരു വിനിമയം എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ കയ്യിലേക്ക് പണം വന്നു ചേരുന്നതായിരിക്കാം. അതുമല്ലെങ്കിൽ പണം നമ്മൾ ആവശ്യമില്ലാതെ സ്പെൻഡ് ചെയ്യുന്ന പണമില്ലേ, ചിലപ്പോൾ ആ സ്പെൻഡ് ചെയ്യേണ്ട സമയത്ത് അത് നമ്മൾ സ്പെൻഡ് ചെയ്യാതിരിക്കുന്നത് നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവാനുള്ളൊരു വഴിയാണ്. അതായത് ചിലവാക്കേണ്ട പൈസ ചിലവാക്കാതിരിക്കുമ്പോഴും നമ്മുടെ കയ്യിൽ പൈസ വരും, നമ്മുടെ കയ്യിലല്ലാതെ പൈസ വരുന്നതും പൈസയായിട്ട് വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എത്രത്തോളം മൂല്യം പൈസയ്ക്ക് കൊടുക്കുന്നു അത്രത്തോളം പണം നമ്മളിലേക്ക് വിനിമയം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഈ മണി എനർജി എന്ന് പറഞ്ഞാൽ പോയാലേ വരത്തുള്ളൂ കേട്ടോ. അതെപ്പോഴും ഓർക്കണം. നമ്മളൊരിക്കലും പണം കൊണ്ടൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കരുത്. അപ്പോൾ ആ പണത്തിൻ്റെ എനർജി, ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത് അവിടെ സ്റ്റക്കായിപ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് വിനിമയം ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് പണം വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വരത്തുള്ളൂ. ആ ഒരു എനർജിയാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. പണത്തിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ പണത്തിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ
നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ബക്കറ്റ് ലിസ്റ്റിലൊക്കെ വെച്ചേക്കുന്ന കുറേ സാധനങ്ങളുണ്ടാവുമല്ലോ. എനിക്ക് പൈസ കിട്ടിയാൽ ഞാൻ അത് വാങ്ങിക്കും, ഇത് വാങ്ങിക്കും എന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പണം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് വേണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങളിന്ന് മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, എഴുതുന്നതായിരിക്കാം. നിങ്ങൾ എന്തോ ഒരു കാര്യം വേണമെന്ന് അതിയായി ആഗ്രഹിക്കുക, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. ഇത് ചിലപ്പോൾ ഒരു പേഴ്സണും ആകാം കേട്ടോ. ഒരാളെ വല്ലാതെ മിസ് ചെയ്യുന്നതായിരിക്കാം, ഒരു ആളുടെ വില നമുക്ക് മനസ്സിലാവുന്നതായിരിക്കാം, അവരുടെ ഒരു എന്താണ് ഈ ഇല്ലാതെ വരുമ്പോഴാണല്ലോ നമുക്ക് മൂല്യം മനസ്സിലാവുന്നത്. അപ്പോൾ അത്തരത്തിലൊരു മനുഷ്യൻ്റെ മൂല്യം മനസ്സിലാവുന്ന ഒരു എനർജിയാണ് ഈ പറഞ്ഞ പേജ് ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. ഇത് ഒരു കർഷകൻ അയാളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് ആദ്യത്തെ പണം നേടുന്ന എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് ഇന്ന് പണം വന്നു ചേരും എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ നിങ്ങൾ പണം മാനിഫെസ്റ്റ് ചെയ്യണമെന്നും അതുപോലെ പണത്തിനെ കൃത്യമായി പണം വരുമ്പോൾ നമ്മൾ താങ്ക് യു പറയണം, പണം പോകുമ്പോഴും താങ്ക് യു പറയണം. കാരണം നമ്മളിലേക്ക് വീണ്ടും വരാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു വേണം പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് കപ്സ് ആണ്. വളരെയധികം സ്നേഹമുണ്ട്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ കടുത്ത സമ്മർദ്ദവും സംഘർഷമായിരിക്കും. അപ്പോൾ നമ്മൾ സ്നേഹം കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കും നിൽക്കുന്നത് എന്നുള്ളതാണ് കിങ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. നമ്മളിന്ന് കുറച്ച് വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പോൾ എല്ലാവരോടും സ്നേഹമാണ്, ഭയങ്കരമായ സ്നേഹം എല്ലാവരോടും തോന്നും. പക്ഷെ അത് ചിലപ്പോൾ നമ്മൾ കുറച്ച് വർക്ക് ഹോളിക് ആയതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരായതുകൊണ്ടോ കുറച്ചൊരു ടെൻസ്ഡ് ആയതുകൊണ്ടോ നമുക്ക് അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു എനർജിയാണ് കിങ് ഓഫ് കപ്സ്. അപ്പോൾ നമ്മളത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഗൈഡൻസ്. നെക്സ്റ്റ് നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഇത് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരാളാണ്. നിങ്ങൾ പണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, നിങ്ങൾ വളരെയധികം വിശ്വസിച്ചിരുന്ന, നിങ്ങളെ ചാമിങ് ആയിട്ടുള്ളൊരു ലവറാണിത്. വളരെ നിങ്ങൾ വിശ്വസ്തരായിരുന്ന, നിങ്ങളുടെ കൂടെ വളരെയധികം സ്നേഹത്തോടു കൂടി ഉണ്ടായിരുന്ന ഒരാൾ, ഇടയ്ക്ക് വെച്ച് സെപ്പറേറ്റഡ് ആയി പോയിട്ടുള്ള ഒരാൾ, നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ കാത്തിരിക്കുന്ന ആ ആൾ നിങ്ങളിലേക്ക് ഇന്ന് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അയാളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു മെസ്സേജോ ഒരു കോളോ ഒക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. ഒരു കോളെങ്കിലും ആയിരിക്കും നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും നൈറ്റ് ഓഫ് കപ്സ്. അതായത് നിങ്ങൾ കാത്തിരുന്ന ഒരാൾ, അയാളുടെ ഭാഗത്തു നിന്നൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് കേട്ടോ. അത് വെയിറ്റ് ചെയ്തിരുന്ന എനർജിയാണ്, മുൻപുണ്ടായിരുന്ന എനർജിയാണ്, ഇപ്പോൾ നിങ്ങളിലേക്ക് അത് വരുന്നു എന്നുള്ള എനർജിയാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത്. ദെൻ 2 ഓഫ് വാണ്ട്സ്. ഇത് ഒന്നുകിൽ നിങ്ങൾ വാട്സപ്പിൽ ആരുടെയെങ്കിലും സ്റ്റാറ്റസ് നോക്കിയിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അധിക സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും, ഒരാളെ തിരയുന്നതായിരിക്കും, ഒരാളുടെ മറുപടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും, അപ്ഡേഷൻസ് നോക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അത്തരത്തിൽ നിങ്ങൾ മോസ്റ്റ്ലി ഒരാളെ സെർച്ച് ചെയ്യുന്നതാണ്. ഒരാളുടെ പിന്നാലെ അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അയാൾ ഓൺലൈൻ വരുന്നുണ്ടോ, അയാൾ എന്തൊക്കെ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ അയാളെ വിളിച്ചു കിട്ടാതിരിക്കുമ്പോൾ അയാൾ വരുന്നുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുക, മെസ്സേജ് ഇട്ടിട്ട് അതിൻ്റെ സീൻ ചെയ്യുന്നുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുക. അത്തരത്തിൽ നമ്മളൊരാളെ സെർച്ച് ചെയ്യുന്ന എനർജിയാണ് 2 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ ഇന്നേ ദിവസം പുതിയ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് ചിലപ്പോൾ സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സൈറ്റുകളിൽ കയറിയിട്ട് സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നതായിട്ടും കൂടുതൽ സമയം മൊബൈലും സോഷ്യൽ മീഡിയയും യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയായിരിക്കാം, ഒരു വസ്തുവിന് വേണ്ടിയായിരിക്കാം നിങ്ങളിന്ന് കൂടുതൽ സമയം മൊബൈൽ ഫോണിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതാണ് 2 ഓഫ് വാണ്ട്സ്. ഇത് നിങ്ങളൊരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് അതിൻ്റെ വരുംവരായികളെക്കുറിച്ച് ആലോചിക്കുന്നതോ സെർച്ച് ചെയ്യുന്നതോ ആകാം. ചിലപ്പോൾ പഠിക്കാനായിട്ടൊരു പുതിയ കോഴ്സ് തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ എവിടെയാണ് ആ കോഴ്സ് ഉള്ളത്, എങ്ങനെയാണ് അത് അവിടെ അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് ഇതെവിടെ പോയി പഠിക്കാൻ പറ്റും, എങ്ങനെ പഠിക്കാൻ പറ്റും, എത്ര കോസ്റ്റ് ആവും എന്നാലോചിക്കുന്നതാവാം. ഇനി ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ CV അയച്ചിട്ട് അതിനെന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്ന് നോക്കിയിരിക്കുന്നതാവാം. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് സൈറ്റുകളിൽ കയറിയിട്ട് പരതുന്നതുമാകാം. അത്തരത്തിലുള്ളൊരു സെർച്ചിങ്ങിൻ്റെ എനർജിയാണ് 2 ഓഫ് വാണ്ട് കേട്ടോ. ദ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പണം വരും എന്നുള്ളതാണ്. ഇത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പണമാണ്, പണം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അപ്പം ഇത് ഈ നൈറ്റ് ഓഫ് കപ്സും നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും വളരെ നമ്മളെ കുറച്ച് പാഠം പഠിപ്പിച്ചതിന് ശേഷം നമ്മളിലേക്ക് വരുന്ന ആളും പണവുമാണ്. അപ്പോൾ നമ്മൾ പണമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പണമുള്ള സമയത്ത് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ പണത്തിന് നള്ളിഫ് ചെയ്ത് സംസാരിക്കാൻ പാടില്ല. അത് നമ്മളൊരു പാഠം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണം നമ്മളിൽ വരാതെ കുറേ നാൾ അകന്ന് നിന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് ഇന്ന് വരും എന്നാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉള്ള ഒരാളോട് നിങ്ങൾക്ക് ഇന്ന് ട്രസ്റ്റ് തോന്നുന്നതും ആ ആൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതൊക്കെ ആകാനും സാധ്യതയുണ്ട്.
നെക്സ്റ്റ് ടെമ്പറൻസ് ആണ്. നിങ്ങൾക്കൊരു ബാലൻസിലേക്ക് വരാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോ അല്ലെങ്കിൽ ഒരു ബാലൻസ് ഇല്ലായ്മയിലൊക്കെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ആപ്പാടൊരു നിങ്ങളുടെ ഒരു കോൺഷ്യസ് ലെവൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സാധാരണ നിലയിൽ അല്ല നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ ഒരു ബാലൻസിലേക്ക് വരാൻ നിങ്ങൾക്ക് പറ്റും. ഇപ്പോൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ആണെങ്കിൽ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അവിടെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല ജോലി സ്ഥലത്ത് ബാലൻസ് ഇല്ലാത്തൊരു എനർജി ആണെങ്കിൽ അവിടെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഇന്ന് മൊത്തത്തിലൊരു കോംപ്രമൈസിലേക്കും ബാലൻസിലേക്കും പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കോംപ്രമൈസ് ചെയ്യാൻ പറ്റും, കാര്യങ്ങളോട് നമ്മൾ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ടെമ്പറൻസിൻ്റെ കാർഡ് പറയുന്നത്. ഇവിടെ ജസ്റ്റിസ്, ഈ 2 കാർഡും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അതിൻ്റെ മൂല്യം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആളായാലും അർത്ഥമായാലും നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ജസ്റ്റിസ് ഉണ്ട്, അവിടെ ഒരു നീതി നടപ്പിലാവലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പാഠം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ അടുത്തുനിന്ന് പോകുന്നത്, പണമായാലും നിങ്ങളുടെ അടുത്തുനിന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എന്തോ ഒരു കുരുത്തക്കാർ അവിടെ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് എന്തോ ഒരു പാഠം പഠിക്കാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നീതി നടപ്പിലാകുന്ന ഒരു എനർജിയാണ്, ജസ്റ്റിസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ കേസുമായി ബന്ധപ്പെട്ടിട്ട് കോടതികളിലൊക്കെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ സാധ്യതയുണ്ട്. അതും അല്ലെങ്കിൽ വണ്ടിയുമായി ബന്ധപ്പെട്ട് വാഹനവുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും കേസുകൾ ഉണ്ടാവാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുള്ളതുണ്ടെങ്കിൽ ഇന്നേ ദിവസം അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, മാക്സിമം അത് ചെയ്യണം. അല്ലെങ്കിൽ അതിൻ്റെ ജസ്റ്റിസ് നമ്മൾ അതിൻ്റെ പെനാൽറ്റി പേ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് കേട്ടോ. ഇതാണ് മൊത്തത്തിലുള്ള ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. വളരെ നല്ല എനർജിയാണ്. അതിനകത്തൊരു ഡബിൾ കാർഡ് വന്നതാണൊരു ചെറിയ പ്രശ്നമുള്ളത്. അപ്പോൾ ഈ എനർജി നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നാളെ കാണാം. താങ്ക് യു സോ മച്ച്.